സപ്ലൈകോ കുടിശ്ശിക നൽകാത്തതോടെ ചെറുകിട വിതരണക്കാർ ദുരിതത്തിലാണ്. 792 കോടി രൂപയാണ് വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ളത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയും ചികിത്സയ്ക്ക് പണമില്ലാതെയും സപ്ലൈകോ കാരണം ജീവിതം കഷ്ടത്തിലായി എന്ന് വിതരണക്കാർ പറയുന്നു. 350 കോടി രൂപ ഈ ചെറുകിട വിതരണക്കാർക്ക് മാത്രമായിട്ട് ലഭിക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാ ചെറുകിട യൂണിറ്റുകളും പൂട്ടിപ്പോയ ഒരവസ്ഥയിലും പലതും പൂട്ടേണ്ട അവസ്ഥയിലുമാണ്. കാരണം ബാങ്കിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ കോടിക്കണക്കിന് രൂപ വായ്പ എടുത്താണ് ഈ ഓരോ യൂണിറ്റുകളും പ്രവർത്തിപ്പിക്കുന്നത്. ഒരു യൂണിറ്റിൻ്റെ കീഴിൽ 5 മുതൽ 50ഓളം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന പ്രസ്ഥാനങ്ങളായിരുന്നു ഞങ്ങളുടേതെല്ലാം. നൽകിയ സാധനങ്ങൾ സപ്ലൈകോ വഴി വിറ്റുപോയിട്ടും വിലയ്ക്കായി മാസങ്ങൾ കാത്തിരിക്കുകയാണ് വിതരണക്കാർ. ഓട്സും കായവും തേയിലയും വിതരണം ചെയ്ത തിരുവനന്തപുരത്തെ ഒരു ഏജൻസിക്ക് കിട്ടാനുള്ളത് 1 കോടി രൂപയാണ്. വീട് ജപ്തിയാകുമെന്ന ബാങ്കിന്റെ മുന്നറിയിപ്പിൽ എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഏജൻസി ഉടമ. ക്യാൻസർ ചികിത്സയ്ക്ക് പണമില്ലാതെ സപ്ലൈകോ ഹെഡ് ഓഫീസ് കയറി ഇറങ്ങുന്നുണ്ട് മറ്റൊരു വിതരണക്കാരൻ. കിട്ടാനുള്ളത് 50 ലക്ഷം. ഉദ്യോഗസ്ഥർ പ്രശ്നമാക്കുമെന്ന ഭയത്താൽ പലരും പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല. ഉദ്യോഗസ്ഥർ ഉടക്കിട്ടാൽ കിട്ടാനുള്ള പണം തീരെ കിട്ടില്ല. ചെറുകിടക്കാരെ അവഗണിച്ച് വൻകിട കമ്പനികൾക്ക് പണം നൽകുന്നുണ്ടെന്ന ആക്ഷേപവും സപ്ലൈകോയിലെ വിതരണക്കാർക്കിടയിലുണ്ട്. ഏപ്രിൽ മാസത്തോടെ മുഴുവൻ കുടിശ്ശികയും തീർക്കുമെന്നാണ് നിലവിൽ സപ്ലൈകോ മാനേജ്മെന്റ് നൽകുന്ന ഉറപ്പ്. പക്ഷേ പണം കിട്ടിയില്ലെങ്കിൽ പട്ടിണി സമരത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് വിതരണക്കാർ പറയുന്നു. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.